നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പാലപ്പിള്ളി കുണ്ടായിൽ ശക്തമായ ഇടിമിന്നലിൽ കോൺക്രീറ്റ് റോഡിന്റെ വശങ്ങൾ പൊട്ടിച്ചിതറി 3 പേർക്ക് പരിക്കേറ്റു. വിദ്യാർത്ഥികളിൽ ജനാധിപത്യ ബോധം വളർത്തൽ. മുരിയാട് AUP സ്കൂളിൽ EVM ഉപയോഗിച്ച് സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് നടത്തി. കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു. CPI പുതുക്കാട് മണ്ഡലം സമ്മേളനം ജൂൺ 13, 14, 15 തീയതികളിൽ അളഗപ്പ നഗർ കമ്മ്യൂണിറ്റി ഹാളിൽ ചേരുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ യുവാവിനെ പോലീസ് പിടികൂടി. വാർത്തകൾ വിശദമായി. പാലപ്പിള്ളി കുണ്ടായിൽ ശക്തമായ ഇടിമിന്നലിൽ കോൺക്രീറ്റ് റോഡിന്റെ വശങ്ങൾ പൊട്ടിച്ചിതറി 3 പേർക്ക് പരിക്കേറ്റു. കുണ്ടായി എസ്റ്റേറ്റിന് സമീപം ചക്കിപ്പറമ്പ് ആദിവാസി നഗറിൽ ചൊവ്വാഴ്ച രാവിലെയായിരുന്നു സംഭവം. മലയൻ വീട്ടിൽ ശശീന്ദ്രൻ, ഭാര്യ സുനിത എന്നിവർക്ക് കയ്യിനും വീടിനകത്ത് നിന്നിരുന്ന ശശീന്ദ്രൻ്റെ സഹോദരൻ സത്യനും പരിക്കേറ്റു. വീടിനു സമീപത്തെ റോഡിന്റെ വശങ്ങൾ പൊട്ടിത്തെറിച്ചാണ് 3 പേർക്കും പരിക്കേറ്റത്. ഇടിമിന്നലിൻ്റെ ആഘാതത്തിൽ കോൺക്രീറ്റ് റോഡിൻ്റെ വശങ്ങൾ പൊട്ടിച്ചിതറുകയായിരുന്നു. സമീപത്തുള്ള ശശീന്ദ്രൻ്റെ വീടിനും മുകളിലേക്കും മരങ്ങളിലേക്കും കോൺക്രീറ്റ് കഷ്ണങ്ങൾ തെറിച്ചു. വൈദ്യുത പോസ്റ്റിലെ ബൾബും പൊട്ടിച്ചിതറി. പാലപ്പിള്ളിയിൽ നിന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിദ്യാർത്ഥികളിൽ ജനാധിപത്യ ബോധം വളർത്താനായി മുരിയാട് AUP സ്കൂളിൽ EVM ഉപയോഗിച്ച് സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് നടത്തി. വിദ്യാലയത്തിലെ 5 പേർ സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് മത്സരിച്ചു. രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പുകൾക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിക്കുന്ന പെരുമാറ്റച്ചട്ട മാതൃക സ്കൂൾ അധികൃതർ വിദ്യാലയാങ്കണത്തിൽ ഒരുക്കി. മോക്ക് പോളും തിരിച്ചറിയൽ രേഖയും ഇലക്ട്രോണിക് ഉപകരണവും വരെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്തുന്നതിനായി പ്രിസൈഡിംഗ് ഓഫീസറായി നിയോഗിച്ചിരുന്ന രാമചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു. 124 വിദ്യാർത്ഥികളായിരുന്നു വിദ്യാലയത്തിൽ വോട്ടർമാരായി ഉണ്ടായിരുന്നത്. കള്ളവോട്ട് തടയുന്ന മഷിപുരട്ടലും ബൂത്ത് ഏജന്റുമാരുടെ സാന്നിധ്യവും കുട്ടികൾക്ക് കൗതുകമായി. വോട്ടിംഗ് മെഷീൻ എന്ന ആപ്ലിക്കേഷൻ മുഖേന മൊബൈൽ ഫോൺ ഇലക്ട്രോണിക് മെഷീനായി ഒരുക്കി. 11 മണി മുതൽ 12:30 വരെ വോട്ടിങ്ങും ഉച്ചയ്ക്ക് ശേഷം പ്രത്യേകം ചേർന്ന സ്കൂൾ അസംബ്ലിയിൽ വെച്ച് മുരിയാട് ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് അംഗം ശ്രീജിത്ത് പട്ടത്ത് ഫലപ്രഖ്യാപനവും നടത്തി. 6ാം ക്ലാസ് വിദ്യാർത്ഥി അതിരഥ് 59 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പ്രത്യേകം ചേർന്ന സ്കൂൾ അസംബ്ലിയിൽ വെച്ച് പ്രധാന അധ്യാപിക ചൊല്ലിക്കൊടുത്ത സത്യപ്രതിജ്ഞാ വാചകം ഏറ്റുചൊല്ലി അതിരഥ് കെ സ്കൂൾ ലീഡറായി സ്ഥാനമേറ്റു. ഞാൻ ഉത്തരവാദിത്വവും സത്യസന്ധതയും ഉള്ളവനായിരിക്കുമെന്നും എപ്പോഴും നമ്മുടെ സ്കൂളിന്റെ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ അഗ്നിഹോത്രത്തോടുകൂടി പ്രവേശനോത്സവം ഒരുക്കി. ആരതി ഒഴിഞ്ഞ് തിലകം ചാർത്തി മധുരം നൽകിയാണ് പുതിയ കൂട്ടുകാരെ വരവേറ്റത്. ഉദ്ഘാടനത്തിന് മുന്നോടിയായി വിദ്യാർത്ഥികളിൽ നിന്ന് ലക്കി സ്റ്റുഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട മാസ്റ്റർ ദേവർഷ് ദീപപ്രോജ്വലനം നടത്തി. വിവേകാനന്ദ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ NP ശിവൻ അധ്യക്ഷത വഹിച്ചു. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സെക്രട്ടറി KR രജി മുഖ്യാതിഥിയായിരുന്നു. വിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പൽ റോഷൻ P നായർ, വിവേകാനന്ദ ട്രസ്റ്റ് ഇൻചാർജ് ജയശ്രീ R മേനോൻ, വിദ്യാലയത്തിൻ്റെ മാനേജർ TK സതീഷ് എന്നിവർ വേദിയിൽ സന്നിഹിതരായി. വിദ്യാർത്ഥികളെ, കൊച്ചുമക്കള്, അവർക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ, നമുക്ക് വിദ്യാലയത്തിൻ്റെ പ്രവർത്തകരെല്ലാവർക്കും നമസ്കാരം. കുറച്ച് സമയങ്ങൾക്ക് മുൻപ് പ്രകൃതി
അനുഗ്രഹിച്ച് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മേലൂർ പൂലാനി വിഷ്ണുപുരം ശ്രീ ധർമ്മശാസ്ത്ര വിദ്യാനികേതനിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു. 25ഓളം കുട്ടികൾ സരസ്വതി ദേവിക്ക് പുഷ്പാർച്ചന നടത്തിക്കൊണ്ടായിരുന്നു അവരുടെ സ്കൂൾ കാലഘട്ടത്തിന് ആരംഭം കുറിച്ചത്. ചാലക്കുടി കോസ്മോസ് ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB അരുൺ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജഗദ്ഗുരു ട്രസ്റ്റ് സെക്രട്ടറി KP ഹരിദാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രധാനാധ്യാപിക റോഷ്നി CM, ജഗദ്ഗുരു ട്രസ്റ്റ് ഡയറക്ടർ V രാധാകൃഷ്ണൻ, സ്കൂൾ വിദ്യാലയ സമിതി രക്ഷാധികാരി V വേണുഗോപാൽ, വിദ്യാലയ സമിതി സെക്രട്ടറി പ്രകാശൻ MB, ക്ഷേമ സമിതി പ്രസിഡന്റ് മനോജ് PM, മാതൃസമിതി പ്രസിഡന്റ് വിജി ജിബീഷ്, വൈസ് പ്രസിഡന്റ് സൗമ്യ ജയൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ദീപ പ്രക്ഷാലനം നടത്തി നമ്മയെല്ലാം അനുഗ്രഹിച്ച, ആശീർവദിച്ച നമ്മുടെ വിദ്യാലയത്തിൻ്റെ സമിതിയുടെ രക്ഷാധികാരി കൂടിയായ വേദിയിലിരിക്കുന്ന വ്യക്തികളെ, ഈ സ്കൂളിലെ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇന്ന് ഈ സ്കൂളിൽ ചേർന്ന് വിദ്യാഭ്യാസം തുടങ്ങുന്ന എല്ലാ CPI പുതുക്കാട് മണ്ഡലം സമ്മേളനം ജൂൺ 13, 14, 15 തീയതികളിൽ അളഗപ്പ നഗർ കമ്മ്യൂണിറ്റി ഹാളിൽ ചേരുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 13 വൈകിട്ട് 4:30 പാർട്ടി ജന്മശതാബ്ദിയുടെ ഭാഗമായി മുതിർന്ന പാർട്ടി പ്രവർത്തകർ 100 പാർട്ടി പതാകകൾ ഉയർത്തും. 14, 15 തീയതികളിൽ പ്രതിനിധി സമ്മേളനം നടക്കും. മണ്ഡലത്തിലെ 7 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി 200 പ്രതിനിധികൾ പങ്കെടുക്കും. 14 രാവിലെ 10 CPI ദേശീയ കൗൺസിൽ അംഗം രാജാജി മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്യും. CPI ദേശീയ കൗൺസിൽ അംഗം K രാജൻ, ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, CPI സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ VS പ്രിൻസ്, ഷീല വിജയകുമാർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TK സുധീഷ് എന്നിവർ പങ്കെടുക്കും. PK ശേഖരൻ, KM ചന്ദ്രൻ, KR അനൂപ്, CU പ്രിയൻ എന്നിവർ പങ്കെടുത്തു. കാനം രാജേന്ദ്രൻ നഗറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 13-ാം തീയതി വൈകിട്ട് 5 മണിക്ക് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളും വിവിധ ലോക്കൽ കമ്മിറ്റികളിൽ നിന്ന് വരുന്ന സഖാക്കളും അടക്കം 100 പേർ, അത് 100 രക്തപതാക ഉയർത്തുകയാണ് ഈ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ മുൻവശത്ത് വെച്ച്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ച് 14, 15 തീയതികളിൽ ആണ് പ്രതിനിധി സമ്മേളനം അവിടെ നടക്കുന്നത്. 200-ലധികം പ്രതിനിധികൾ ആ സമ്മേളനത്തിൽ പുതുക്കാട് മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ നിന്നായി 200-ലധികം പ്രതിനിധികൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ യുവാവിനെ പോലീസ് പിടികൂടി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലാണ് വടമ കുന്നത്തുകാട് സ്വദേശി അഴിക്കോട്ടുകാരൻ വീട്ടിൽ 22 വയസ്സുള്ള രാഹുൽ അറസ്റ്റിലായത്. പെൺകുട്ടിയെ കാണാതായ പരാതിയിൽ അന്വേഷണം നടത്തിയപ്പോഴാണ് പണിതീരാത്ത വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയതെന്ന് പോലീസ് പറഞ്ഞു. രാഹുലിന് മാള സ്റ്റേഷനിൽ 2 പോക്സോ കേസുകളും മയക്കുമരുന്ന് ഉപയോഗിച്ചതിനുള്ള കേസും നിലവിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ഇൻസ്പെക്ടർ VK അരുണിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. കൊരട്ടി സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുനേർച്ച ഭക്തിസാന്ദ്രമായി നടന്നു. രാവിലെ 10:30 ഊട്ടുനേർച്ച ആരംഭിച്ചു. ഏതാണ്ട് 1 ലക്ഷം തീർത്ഥാടകർക്കുള്ള നേർച്ച സദ്യയാണ് ഒരുക്കിയിരുന്നത്. വിവിധ ദിവ്യബലി സമർപ്പണത്തിന് തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ ജോസഫ് തട്ടാരശ്ശേരി തുടക്കം കുറിച്ചു. നേർച്ച സദ്യ തീർത്ഥാടന കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ ലിബിൻ ജോസ് കൂളിയത്ത് ആശീർവദിച്ചു. ദിവ്യബലിക്ക് വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പരിശുദ്ധ മാതാവിൻ്റെയും സെയിൻറ്റ് ആന്റണീസിൻ്റെയും രൂപങ്ങൾ വഹിച്ചുള്ള പ്രദക്ഷിണത്തിന് ഒട്ടേറെ വിശ്വാസികൾ പങ്കെടുത്തു. ഊട്ടുനേർച്ചയിലൂടെ ലഭിച്ച തുകയിൽ നിന്ന് ചെലവ് കഴിച്ച് ശേഷിക്കുന്ന തുക പൂർണ്ണമായും ഭവന പദ്ധതികൾക്കായി ഉപയോഗിക്കുമെന്ന് തീർത്ഥാടന കേന്ദ്രം റക്ടർ സൂചിപ്പിച്ചു.
ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,029 രൂപ, പവന് 72,160 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലപ്പിള്ളി കുണ്ടായിൽ ശക്തമായ ഇടിമിന്നലിൽ കോൺക്രീറ്റ് റോഡിന്റെ വശങ്ങൾ പൊട്ടിച്ചിതറി 3 പേർക്ക് പരിക്കേറ്റു. വിദ്യാർത്ഥികളിൽ ജനാധിപത്യ ബോധം വളർത്തൽ. മുരിയാട് AUP സ്കൂളിൽ EVM ഉപയോഗിച്ച് സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് നടത്തി. കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു. CPI പുതുക്കാട് മണ്ഡലം സമ്മേളനം ജൂൺ 13, 14, 15 തീയതികളിൽ അളഗപ്പ നഗർ കമ്മ്യൂണിറ്റി ഹാളിൽ ചേരുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ യുവാവിനെ പോലീസ് പിടികൂടി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.